വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ബ്രൻഫോർഡ് 1, ലിവർപൂൾ 4, ബേൺലി 0, ആഴ്സണൽ 5, സിറ്റി 1, ചെൽസി 1. അങ്ങനെ ടൈറ്റിൽ റേസിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തു. ടേക്കിംഗ് ഓൾ തിങ്സ് ഇൻ ടു കൺസിഡറേഷൻ അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല സിറ്റിയെ സംബന്ധിച്ച്. കാരണം അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ മത്സരത്തിൽ അവർ വിജയിക്കുകയാണെങ്കിൽ അവർ വെറും 1 പോയിൻ്റ് ഗ്യാപ്പേ ലിവർപൂളും അതുപോലെ തന്നെ സിറ്റിയും തമ്മിൽ ഉണ്ടാവുള്ളൂ. അവർ 2ാം സ്ഥാനത്തേക്ക് കയറും. പക്ഷേ സാധാരണ ഇങ്ങനൊരു സമയത്ത് അവർ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്ത് കാണാറുള്ളതല്ല. ഒരു ഫെബ്രുവരി സമയത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ വിജയിച്ച് അടിച്ചടിച്ചടിച്ച് കയറി പോകുന്നതാണ്. പക്ഷേ വളരെ ക്രൂഷ്യലായിട്ടുള്ള 2 പോയിൻ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതേസമയം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ഫോമിലേക്ക് വേറൊരു ടീം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആഴ്സണൽ. അവർ ശരിക്കും പറഞ്ഞാൽ സ്കെയറി ഫോമാണ്. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 10-20 ഗോളുകളും വൻ ഫോമിലാണ്. അത്രയും നല്ല രീതിയിലാണ്. സാക്കിയൊക്കെ ഒരു സമയത്ത് ഔട്ട് ഓഫ് ഫോമാണെന്നുള്ള പറഞ്ഞ സമയത്ത് നിന്ന് ഇപ്പോൾ അവർ സാക്കിയൊക്കെ വൻ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം തന്നെ ലിവർപൂൾ ആണെങ്കിൽ അവർക്ക് ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും അവരെ ബാധിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അപ്പോൾ 2-3 ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സിനാണ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ളത്. ജോട്ടയ്ക്ക് വന്നിട്ടുണ്ട്, ആലിസിന് വന്നിട്ടുണ്ട്, കർട്ടിസ് ജോൺസിന് വന്നിട്ടുണ്ട്, ന്യൂനസിന് ഇപ്പോൾ വന്നിട്ടുണ്ട്, ചെറിയ ഇഞ്ചുറി വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരിതൊന്നും ബാധിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ക്ലോപ്പിൻ്റെ ലാസ്റ്റ് സീസൺ എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ ടൈറ്റിൽ റേസ് ഇത് എങ്ങോട്ടാണ് പോണേന്നുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു ഐഡിയ ഇല്ല. സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റാറുണ്ട്, ഇന്ന ടീം ടൈറ്റിൽ അടിക്കുമായിരിക്കും. പക്ഷേ ഇത്തവണ ഒന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. ഏത് ടീം വേണമെങ്കിലും അടിക്കുക എന്നുള്ളതാണ്. ലിവർപൂളിനാണെങ്കിൽ നല്ല ചാൻസ് ഉണ്ട്. ആഴ്സണലാണെങ്കിൽ അവരുടെ ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ചാൻസ് ഉണ്ട്. അതേസമയം തന്നെ മാൻ സിറ്റി ആണെങ്കിൽ അവരിങ്ങനെയുള്ള സിറ്റുവേഷനുകളിലൊക്കെ പതരാതെ പോയി ടൈറ്റിൽ അടിച്ചിട്ടുള്ള ടീമാണ്. അവർ പലപ്പോഴും അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും എൻ്റെ മൈൻഡിൽ മാൻ സിറ്റിയാണ് സ്ലൈറ്റ്ലി സ്റ്റിൽ ഫേവറേറ്റ്സ് ആയിട്ട് തോന്നുന്നെങ്കിൽ പോലും ആഴ്സണലിൻ്റെ ഈ ഫോം വെച്ച് അവർക്ക് ഇത് തുടരാൻ സാധിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ദെയർ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ റേസാണ്. അതുപോലെ തന്നെ ടോപ്പ് 4ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണെങ്കിലും കനത്ത പോരാട്ടമാണ്. ഇന്നലെ സ്പേഴ്സ് ആണെങ്കിൽ അവർ തോറ്റു. അതേസമയം തന്നെ ആസ്റ്റൺ വില്ല ജയിച്ചു 4ാം സ്ഥാനത്തേക്ക് കയറി. അതുപോലെ തന്നെ ചെകുത്താന്മാർ ഇപ്പോൾ പുറകിലുണ്ട്. യുണൈറ്റഡിനാണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ അവർക്ക് അവർ മൊമെൻറ്റം കീപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി യുണൈറ്റഡിന് ടോപ്പ് 4ലേക്ക് കയറാനായിട്ട്. കാര്യം 8-9 മത്സരങ്ങളൊക്കെ തോറ്റു. പക്ഷേ എന്നിരുന്നാൽ പോലും ദേ ആർ സ്റ്റിൽ ദെയർ. അത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എന്തായാലും ടോപ്പ് 4 റേസ് കിടിലമാണ്. ഇപ്പോൾ എന്തായാലും 13 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഇന്നലെ നടന്ന സിറ്റി ചെൽസി മത്സരത്തെക്കുറിച്ച് പറയാം. 2 ടീമുകൾക്കും ഈക്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ജയിക്കാനായിട്ട്. സിറ്റിക്കായിരുന്നു തീർച്ചയായും ബോളും, അതുപോലെ തന്നെ അവർക്കായിരുന്നു കൂടുതൽ ചാൻസ്. ഹാലൻഡിന് ഇഷ്ടം പോലെ ചാൻസ് കിട്ടിയതാണ്. അതുപോലെ തന്നെ 10-30 ഷോട്ടൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി എടുത്താണ്. പക്ഷേ ചെൽസി നന്നായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്തിരുന്നു. അവരുടെ സെൻറ്റർ ബാക്കുകളെ കുറിച്ച് എടുത്തു പറയണം. 2 പേരും പ്രത്യേകിച്ച് യാതൊരു രീതിയിലുള്ള എറേഴ്സൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഡിസാസി ആണെങ്കിലും കോൾവെല്ലാണെങ്കിലും അവർ 2 പേരും നല്ല രീതിയിൽ തന്നെയാണ് പിടിച്ചത്. അതുപോലെ തന്നെ മലോഗുസ്തു ആണെങ്കിലും നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. സ്റ്റെർലിംഗ് ആണെങ്കിൽ വീണ്ടും മാൻ സിറ്റിക്ക് വരെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വേണമെങ്കിൽ ചെൽസിക്ക് 2-0 ലീഡ് എടുക്കാമായിരുന്നു. പക്ഷേ അവരാണെങ്കിലും ആ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു വിളിച്ചു. പിന്നെ മാൻ സിറ്റിക്ക് ഹാലൻഡിന് കിട്ടിയ എന്തോ ഒരു ഹെഡർ ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും അതിനൊക്കെ ശേഷം റോഡ്രി വൺസ് അഗെയിൻ മാൻ സിറ്റിയുടെ രക്ഷകനായിട്ട് വന്നു. അതിനുശേഷം പിന്നെ മാൻ സിറ്റി പോയി 2 ഗോളിനോ 3 ഗോളിനോ ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല. അതുപോലെ തന്നെ പെനാൽറ്റി ഇൻസിഡൻസ് കുറേ ഉണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാൻ സിറ്റിക്കെതിരെ പോയി. ഇപ്പോൾ എന്തായാലും അവസാനം നടന്ന ആ ഒരു സംഭവം അതേ ഒരു സെയിം ഇൻസിഡൻറ്റിനാണ് ഹോലൻഡിന് എതിരെ പെനാൽറ്റി ശരിക്കും പറഞ്ഞാൽ മാൻ യുണൈറ്റഡ് നടത്തുന്ന മത്സരത്തിൽ മാൻ സിറ്റി കിട്ടിയത്. പക്ഷേ ഈ ഒരു കളിയിലേക്ക് വന്നപ്പോൾ റെഫറി അത് കൊടുത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ജയിച്ചു പോയാൽ. ഇപ്പോൾ എന്തായാലും ഈ ഒരു റിസൾട്ട് കൊണ്ട് സന്തോഷിക്കാൻ പോകുന്നത് ആഴ്സണലും അതുപോലെ തന്നെ ലിവർപൂളുമാണ്. ചെൽസിനെ സംബന്ധിച്ച് ഇതൊരു ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു മത്സരമാണ്. അവർക്ക് ഇനി പ്രത്യേകിച്ച് അതൊന്നും നേടാനില്ല. ലീഗ് മത്സരങ്ങളിൽ നിന്നൊന്നും നേടാനില്ല. ഇനി ആകെ അവർക്ക് ഉള്ളത് ഈ പറയുന്ന പോലെ FA കപ്പോ അതുപോലെ തന്നെ കർബാവോ കപ്പ് ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മൊമെൻ്റ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. കർബാവോ കപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് മാൻ സിറ്റിനെ സമനിലയെ തളച്ചു എന്നുള്ള, അല്ലെങ്കിൽ അവർക്കെതിരെ നന്നായി ഡിഫെൻഡ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം അവർക്ക് ലിവർപൂളിനെതിരെ വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ ഇവർ തമ്മിൽ ഫൈനലിൽ കളിച്ചപ്പോൾ 2 കളിയും 0-0 ഡ്രോയേ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.